പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള ജോസഫ് എന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജോസഫ് കെ ജെ. ഞാൻ മാനന്തവാടി രൂപത ഉണ്ടയങ്ങാടി ഇടവകമാണ്. ഈ അപ്പൻ സാക്ഷ്യത്തിൽ പറയുന്ന 3 സംരക്ഷണ സാക്ഷ്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് സാന്നിധ്യം നൽകി ഒരു കുടുംബത്തെ എങ്ങനെയാണ് സന്ധിക്കുന്നത്, ഏറെ പ്രത്യേകമായിട്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യ അനുഭവമാണ് ഈ ഒരു സാക്ഷ്യം എന്നത്. ഈ ജോസഫ് എന്ന മകൻ 3 കാര്യങ്ങളാണ് അക്കമിട്ട് ഈ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച എനിക്കുണ്ടായ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ പറ്റി എനിക്ക് നല്ല ജ്ഞാനമുണ്ട്. എൻ്റെ വീട്ടിൽ ദുഃഖവെള്ളിയാഴ്ച എല്ലാ പോയിൻറ്റുകളിലും വാട്ടർ സപ്ലൈയിൽ വരെ കറണ്ട് വരാൻ തുടങ്ങി, ഷോക്ക് അടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഇലക്ട്രീഷ്യൻ കിട്ടാൻ ബുദ്ധിമുട്ടിലൂടെ ഞാൻ തന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ എർത്ത് റോഡ് പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എർത്ത് കറണ്ട്, മൈന്യൂട്ട് കറണ്ട് പോലും എർത്തിലൂടെ പോകാത്തതുകൊണ്ടാണ്, ലീക്കാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ ഒരു എർത്തിന് ഒരു ചെറിയ കുഴിയെടുത്ത് എർത്ത് റോഡ് അടിച്ചപ്പോൾ അതിൽ ഇറങ്ങി പോകാത്തതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം ഞാൻ എർത്ത് റോഡ് കയ്യിലെടുത്തു. ഞാൻ എർത്ത് വയറും മറ്റൊരു കയ്യിൽ പിടിച്ചു. എനിക്ക് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഷോക്ക് അടിക്കില്ല തന്നെ വിചാരിച്ച വിശ്വാസത്തിലായിരുന്നു. പക്ഷെ അറിയാതെ തന്നെ ഞാൻ ഈ എർത്ത് റോഡ് വെള്ളത്തിലേക്ക് മുക്കി. പെട്ടെന്ന് ഷോക്ക് അടിക്കുകയാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷോക്കാണ്. കൈ ഇങ്ങനെ മരവിച്ചു പോയി, അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അതായത് മരണത്തെ മുഖാഭിമുഖം കാണുന്ന ഒരവസ്ഥ. ഈ സമയത്ത് ഒരു സ്ത്രീ ശബ്ദം ഈ ജോസഫ് എന്ന സഹോദരൻ വ്യക്തമായിട്ട് കേൾക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, ജോസഫ് പിന്തിരിഞ്ഞോടൂ. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ്, തീർച്ചയായിട്ടും മാതാവാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാം. ആ സ്ത്രീ ശബ്ദം കേട്ട മാത്രയിൽ ജോസഫ് എന്ന സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ പിന്തിരിഞ്ഞോടി, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇതാണ് ഒന്നാമത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യപ്രകാരമാണ്, ഞാൻ സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡ് നിർത്തിയായിരുന്നു. പെട്ടെന്ന് സ്റ്റാൻഡ് ശരിക്കും നിന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ കൈവിട്ടു പോയി. സ്കൂട്ടർ മറിഞ്ഞ് എൻ്റെ കാലിലേക്ക് വീണു. സ്കൂട്ടറിൻ്റെ സ്റ്റാൻഡ് എൻ്റെ കാലിലെ പെരുവിരലിൽ ശക്തമായിട്ട് ഇടിച്ചു. കാലിൻ്റെ പെരുവിരൽ നന്നായിട്ട് ചതഞ്ഞു, നീല നിറത്തിലായി. അപ്പം നല്ല ശക്തമായ വേദന ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടി, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ അതിന് വേദന നിൽക്കുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും വലത് കാലിൻ്റെ പെരുവിരലിൻ്റെ വലിപ്പം ഒരു തക്കാളിയുടെ വലിപ്പമായി, നല്ല നീല നിറത്തിലായി. ഞാൻ കിടക്കുകയായിരുന്നു. വേദനിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അപ്പോൾ ഈ സമയവും ഒരു സ്വരം കേൾക്കുകയാണ്. പെട്ടെന്ന് പിന്നെയും എന്നോട് ശബ്ദം പറയും, നീ ഒരു തലേനെ എടുത്ത് വെച്ച് കാല് പൊന്തിച്ച് വെക്കൂ. 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കാലിലെ ദുഷിച്ച രക്തം ഹൃദയത്തിലേക്ക് ഒഴുകി പോട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തല എടുത്ത് വെച്ചു, കാലിൻ്റെ അടിയിൽ വെച്ച് കാല് പൊന്തിച്ച് വെച്ച് കിടന്നു. പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടത്, അതും അല്ലെങ്കിൽ ജീവിതത്തെ ഒരു സാക്ഷ്യമായി ഉയർത്താൻ പരിശുദ്ധ അമ്മ തൻ്റെ ദൈവ പൈതങ്ങളോട് എങ്ങനെയാണ് ഒരു കരുണാപൂർവ്വം മക്കളെ കടാക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണത്. നിങ്ങൾ കേൾക്കണം. ഈ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഈ ശുശ്രൂഷയുടെ താഴെ ഞങ്ങൾ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ.
മൂന്നാമതായിട്ട് ഈ സഹോദരൻ പറയുന്നത് ഈ ഒരു സാക്ഷ്യാനുഭവമാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുമായിരുന്നു. ഭാര്യയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്, ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ തെന്നിപ്പോയി, മറിഞ്ഞ് സ്കിഡ് ചെയ്ത് ദൂരത്തേക്ക് തെറിച്ചു പോയി. ഭാര്യ തെറിച്ച് അടുത്തുള്ള ചാലിലേക്ക് വീണു, പിന്നാലെ ഞാനും അതുപോലെ തന്നെ തെറിച്ച് വീണു. ആ സമയത്ത് വീണ്ടും ഈ സഹോദരൻ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു കുഴിയിലോട്ട് എങ്ങനെയാണോ ഇങ്ങനെ ഒരു സേഫായിട്ടൊരു കുഞ്ഞിനെ എടുത്തു വെക്കുന്നത്, അതേപോലെയാണ് ഈ ഇത്രയും മാത്രം ഉയരത്തിൽ നിന്ന് ഈ ചതുപ്പ് നിലത്തിലോട്ട് പതിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടത്. ഒന്നും തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചില്ല. പിന്നെ 3 സംരക്ഷണ സാക്ഷ്യങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ച് ഈ ജോസഫ് എന്ന സഹോദരൻ പറയുന്നത്. എല്ലാം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നപ്പോൾ സഞ്ചാരി മാതാവ് മരിയൻ ഉടമ്പടി എടുത്തെന്നുള്ള ഒറ്റ യോഗ്യതയാൽ സഞ്ചരിച്ചെത്തി ഈ കുടുംബത്തെ തന്നെ സംരക്ഷിച്ച വലിയൊരു സാക്ഷ്യാനുഭവമാണത് ജോസഫ് എന്ന സഹോദരൻ പങ്കുവച്ചത്, നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ഒന്നാമത്തെ വചനം ജ്ഞാനം 16:10 തിരുവചനമാണ്. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതെ, ഉടമ്പടിയെടുത്ത മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലുകൾക്ക് കഴിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയുടെ വലിയ സംരക്ഷണം ആ മക്കൾക്ക്. ഉടമ്പടി ഒരാളാണ് കുടുംബത്തിലെടുക്കണമെങ്കിൽ, വിശ്വസ്താപൂർവ്വം വ്യക്തി മാത്രമാണ് എടുക്കുന്നതെങ്കിലും ആ വ്യക്തിയെ പ്രതി ആ കുടുംബത്തിന് മുഴുവനുമായിരിക്കും ആ സംരക്ഷണം ലഭിക്കുന്നത്. ആ വ്യക്തി പക്ഷേ വൃത്തിയായി ഉടമ്പടി പാലിക്കണം എന്നു മാത്രം. വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം വെളിപാട് 12:14. നിങ്ങൾക്ക് എല്ലാവർക്കും മരിയൻ ഉടമ്പടിയിലിരിക്കുന്നവർക്ക് സുപരിചിതമായ ഒരു വചനമാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ടൈം ഷോർട്ടനിങ്, സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കത്തിൽ നമ്മളെ സാക്ഷ്യപീഠത്തിലോട്ട് ഉയർത്തുന്നത് ഈ ചിറകുകൾ നൽകപ്പെടുന്നതിലാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഉടമ്പടി ക്ലാസ്സിൽ. അപ്പം ഇങ്ങനെ നമ്മളൊക്കെ ഈ ഒരു, ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിൽ പല സ്ഥലങ്ങളിൽ ഒരു പൊസിഷനിലൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ വലിയ കാരുണ്യമാണ്. ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയുടെ നേർസാക്ഷികളായി ജീവിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉന്നതികളിൽ ഇപ്പോൾ നിലവിൽ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളിമയോടും കരുണയോടും കൂടിയിട്ട് ദൈവമാതാവ് തന്ന ആ വലിയ കരുണയ്ക്ക്, മാതാവിൻ്റെ മധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ദൈവം ചെയ്യുന്ന വലിയ കരുണകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എളിമയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അതാണ് ജ്ഞാനം 16:10. അതായത് നമ്മൾ വചനത്തിലൂടെ കേട്ടതുപോലെ വിഷസർപ്പത്തിൻ്റെ പല്ലുകളെ നമ്മളെ കൊല്ലാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ കാരുണ്യം രക്ഷയ്ക്കെത്തിയാണ് നമ്മളെ അനുദിനം ഉടമ്പടി വഴിയായിട്ട് സംരക്ഷിക്കുന്നത്. ആ ഒരു ബോധ്യം മരിയൻ ഉടമ്പടിയിലിരിക്കുന്നവർക്ക് ഉണ്ടാകണം. വീണ്ടും സീനായ് ഉടമ്പടി ദൈവം ഇസ്രായേൽ ജനവുമായിട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പുറപ്പാട് 19:4-5 തിരുവചനങ്ങളിൽ, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ സാക്ഷ്യ ദൈവാനുഭവങ്ങളൊക്കെ ഈ അൾത്താരയിൽ പറഞ്ഞ് പോയിട്ടുള്ള മക്കൾ, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം, അതുമല്ലെങ്കിൽ നാട്ടിലായിരിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഇതാണ്: തുടർന്നും ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം. അതാണ് എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിന്ന് എൻ്റെ വാക്കനുസരിച്ച് തന്നെ ജീവിതം നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾ എന്നും എൻ്റെ സ്വന്തം ജനമായിരിക്കും. അതാണ് പുറപ്പാട് 19:4-5 തിരുവചനം. അത് ദൈവജനത്തിനുണ്ടായിരിക്കേണ്ട ഒരു നടപടിയാണ്. ഈ കഴുകൻ്റെ ചിറകളിലൊക്കെ സംവഹിച്ചാണ് ദൈവപിതാവ് നമ്മളെ ഓരോരോ സാക്ഷ്യ പീഠത്തിലേക്ക് ഉയർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി. അപ്പോൾ മരിയൻ ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഈ മരിയൻ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി പുതുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്.
ദൈവ തിരുസന്നിധിയിൽ ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് വിശുദ്ധിയോടുകൂടി വ്യാപരിച്ച് അവിടുത്തെ മുമ്പാകെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കുക എന്നതിനെപ്പറ്റി അർത്ഥമാക്കിയത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 2 സംഭവങ്ങളും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴായിട്ട് ഈ അൾത്താരയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു കാര്യം പറയാത്തതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞാൻ എപ്പോഴും പറഞ്ഞു, 2020 ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് 8 വർഷം പൂർത്തിയാക്കിയ ഒരു സമയമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഒരുപാട് ടെസ്റ്റ് ടൈമായിരുന്നു. ദൈവപിതാവ് തന്നെ അനുവദിച്ച കുറേ പരീക്ഷണ ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് എൻ്റെ ദൈവവിളിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് വ്യക്തിത്വങ്ങൾ ശ്രമിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റിൻ്റെ സമയമാണെന്നൊക്കെ ദൈവപിതാവ് എനിക്ക് നേരത്തെ മുൻകൂട്ടി അറിയിപ്പ് തന്നിരുന്നതുകൊണ്ട് ഞാൻ ഈ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയില്ല. അത് ഞാൻ അകപ്പെട്ടു പോയില്ല എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാൻ കാരണം പരിശുദ്ധ ദൈവമാതാവ് എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതുകൊണ്ടാണ് ഈ ടെസ്റ്റുകളിൽ ഞാൻ പരാജയപ്പെടാതിരുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി തന്നത് പരിശുദ്ധ ദൈവമാതാവാണ് ജോമോളെ സംരക്ഷിച്ചത് ഈ സമയമെന്ന്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വചനം എനിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് ജെറമിയ 48:9 തിരുവചനമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സാക്ഷ്യവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ദൈവാനുഭവം പറയുന്നത്. ജെറമിയ 48:9 തിരുവചനം ഇതാണ്: മൊവാബിന് ചിറകുകൾ നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അതായത് ഞാൻ സർപ്പത്തിൻ്റെ വായിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദൈവവിളിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനുള്ള ശക്തികൾ പിടിമുറുക്കിയ നാരകീയ ശക്തികൾ പിടിമുറുക്കിയ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് കൊടുത്തൊരു പ്രത്യേക വചനം ഇതാണ്: മൊവാബിന് ചിറകുകൾ കൊടുക്കുവിൻ, അവൾ പറന്നു പോകട്ടെ എന്ന്. കാരണം ഈ സമയത്ത് ചിറകുകൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സർപ്പത്തിൻ്റെ വായിൽ ഞാൻ അകപ്പെട്ടു പോകുമായിരുന്നു. ആ സമയത്ത് ഈ വചനത്തിലൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോട് ദൈവം സംസാരിക്കുകയായിരുന്നു, അവൾക്ക് ചിറകുകൾ കൊടുക്കാൻ. അതെ, മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഈ ഒരു ചിറകുകൾ തന്നെയാണ്. നിങ്ങളോട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഒരു ചെയ്യുന്ന പദ്ധതിയാണ്. അതായത് മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ചിറകുകൾ നൽകപ്പെട്ട് നമ്മളെ കാത്തിരിക്കുന്ന അനേകം സർപ്പങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തക്ക സമയത്ത് സാക്ഷ്യപീഠത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി. എൻ്റെ ജീവിതത്തിൽ അന്ന് ഇതേപോലെ 2020 കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു സർപ്പത്തിൻ്റെ വായിൽ ഞാൻ അകപ്പെടാൻ പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഒരു വചനം ദൈവപിതാവ് കൊടുക്കുന്നത്. ഈ സമയത്ത് ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സർപ്പം വിഴുങ്ങുമായിരുന്നു എന്നുള്ളൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട അച്ഛന് കൊടുത്തത്. വീണ്ടും അച്ഛനിലൂടെ ദൈവപിതാവ് സംസാരിച്ചത് ഇപ്രകാരമാണ്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. അതായത് ജോമോൾ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്, പക്ഷേ ഒരു നല്ലൊരു വാർത്ത ഈ മകളെ കാത്തിരിക്കുന്നുണ്ട്. അത് എൻ്റെ സന്യാസ സമൂഹം നിലവിൽ വരും എന്നുള്ളൊരു മെസ്സേജായിരുന്നു. അന്നത്തെ മെസ്സേജാണ് 2020. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ സമർപ്പണ കൂദാശയിലൂടെ. അടുത്തതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന മറ്റൊരു ജീവിതാനുഭവം ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നതാണ്. അത് ഏപ്രിൽ മാസം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ സാധാരണ പത്രപ്രേക്ഷ പ്രവർത്തനം ചെയ്യുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്നാമതായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ, രണ്ടാമതായിട്ട് വൈറ്റില മൊബിലിറ്റി ഹബ്ബിലും. ഇവിടെ 2 സ്ഥലത്താണ് ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നത്. ഒരു ദിവസം ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലൊരു അത്യാഹിതം നടന്നു. ഒരിക്കലും എൻ്റെ അമ്മ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. ദൈവപിതാവ് ആ സമയത്ത് പൊതിഞ്ഞു പിടിച്ചില്ലായിരുന്നു. ഇതൊരു സർപ്പത്തിൻ്റെ വായിൽ നിന്ന് എൻ്റെ അമ്മ രക്ഷപ്പെട്ടൊരു സാക്ഷ്യമാണ്. അതെൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ യോഗ്യതയാലാണ് എന്നുള്ളതിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടി. കാരണം ഞാൻ എപ്പോഴാണ് ഈ കൃപാസനം പത്രം റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തുകൊണ്ടിരുന്നത്, ആ സമയം എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എൻ്റെ ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, ഈ വളരെ ഉയർന്ന തെങ്ങാണ്, അതിൽ കുറേ ഉണക്ക തേങ്ങകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓടിക്കളിക്കുമ്പോൾ ഇവരുടെ തലയിൽ വീണാലോ എന്ന് കരുതി വലിയൊരു തോട്ടി ഉണ്ടാക്കി ഇതിങ്ങനെ തോണ്ടിയിടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തേങ്ങ വന്ന് തെറിച്ച് മുകളിൽ നിന്ന് ശക്തമായി ആ താഴെ നിന്ന എൻ്റെ അമ്മയുടെ തലയിൽ പതിച്ചു.
അപ്പോൾ ഈ പ്രായം ചെന്നവരൊക്കെ പറയുന്നത് വേലി ഇറക്ക സമയമെന്നോ. ഞാൻ ഈ പുതുതലമുറയിൽപ്പെട്ട ആയതുകൊണ്ട് എനിക്ക് ഈ വാക്കുകളൊന്നും അറിയത്തില്ല. ആ സമയം ആയതുകൊണ്ട് ഒരുപാട് ബ്ലീഡിങ് ആയിരുന്നു. ഉടനെ തന്നെ ഒരു ഓട്ടോ എടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്നതിൻ്റെ അമ്മേനെ ആശുപത്രിയിൽ എത്തിച്ച് ഓട്ടോക്കാരൻ ഓട്ടോ പൈസ പോലും വാങ്ങിച്ചില്ല. തൊട്ടടുത്ത് കാർമൽ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിച്ചു. അത്ര ഭീകരമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അമ്മേനെയാണ് കാണുന്നത്. പക്ഷേ ദൈവമാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടായി എന്ന് പറയാൻ കാരണം വെച്ചാൽ അമ്മയുടെ കോൺഷ്യസ്നെസ്സിന്, അതായത് ബോധാവസ്ഥയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ചിട്ടു, ഉടനെ തന്നെ ഇത് ബ്ലീഡിങ് സ്റ്റോപ്പായി. എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ കോൺഷ്യസ്നെസ്സിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. GCS സ്കെയിലിൽ നിന്നൊന്നും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു സ്കാൻ പോലും ചെയ്യണ്ട, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ദൈവമാതാവ് എന്നെ കണക്ട് ചെയ്ത് തന്നു. ജോമോളുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആ ഒരു യോഗ്യതയിലാണ് ഈ ഒരു സർപ്പം വാ പൊളിച്ച് നിന്നപ്പോൾ എൻ്റെ അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ദൈവപിതാവ് സംരക്ഷിച്ചത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഈ മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മുഴുവനുമാണ് ഈ സംരക്ഷണം കിട്ടുന്നത്. അവിടെ വലിയ വലിയ അപകടങ്ങൾ നമ്മളെ പതിയിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനം 16:10 തിരുവചനം, അത് നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് വന്ന ഒരമ്മ എനിക്ക് കൈമാറിപ്പോയ ഒരു സന്ദേശമാണ്. ജ്ഞാനം 16:10 തിരുവചനം ഇതാണ്: അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിനും കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അതിന് കൃപാസനം പറഞ്ഞു തരുന്നൊരു പോംവഴിയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അതിവേഗം അനുവേദ്യമാകുവാൻ മരിയൻ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തപൂർവ്വം പാലിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടിയിലെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തതാപൂർവം ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഒറക്കിൾസ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് അതിനുള്ള അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാലിക്കുന്നതിൽ വന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈശോയെ എത്രയും വേഗം സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് ചിറകുകൾ നൽകപ്പെട്ട് നിന്റെ സാക്ഷ്യപീഠത്തിൽ ഉയർത്തപ്പെടുവാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അധിക കൃപ ഈ ശുശ്രൂഷയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.